ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇപ്പോൾ ഇന്ന് വന്നേക്കുന്നത് പന്നീർ റോസാണ്. നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് എന്നൊക്കെ പറയുന്ന നാടൻ പനിനീർ പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നാടൻ പന്നീർ റോസാപ്പൂക്കൾ. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. ഇപ്പോൾ വിരിയുന്ന ദിവസം നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൂടെയൊക്കെ പൊക്കിടുന്ന വല്ലാത്തൊരു സ്മെല്ലാണ്. അത് കഴിഞ്ഞ് തന്നെ ഒരു 2 days ഒന്നും നിൽക്കില്ല. ഒരു വിരിയുന്നതിന് അന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉച്ചയോടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്ലവർ കൊഴിയെങ്കിലും ആ ഒരു വിരിയുന്ന സമയത്ത് ഈ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ലപോലെ വിളിച്ച് നമ്മൾ ആ ഒരു സ്മെല്ല് കാരണം നമ്മൾ അറിയും. പൂന്തോട്ടത്തിൽ എവിടെ ഫ്ലവറിങ് ആയി നിന്നാലും ഞാൻ വിരിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നൊരു ടൈപ്പ് റോസാണ്. അത് ഈ ഒരു റോസ് കാരണം അത്ര സ്മെല്ലാണ് ഈ ഒരു റോസിന്. അതുപോലെ തന്നെ നിറയെ തേനീച്ചകളും അതിൻ്റെ ഒരു കളർ കൊണ്ടും ഒരുപാട് അട്രാക്റ്റീവാണ്. നമുക്ക് പിടിച്ച് കിട്ടാൻ ഒരുപാട് പാടുള്ള കൂട്ടത്തിലാണ് ഈ ഒരു പനീർ റോസ്. സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെക്കുന്നവർക്കറിയാം അത്ര പെട്ടെന്നൊന്നും പിടിച്ച് കിട്ടില്ല. എന്നാൽ ചില വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പനീർ റോസ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതും കാണാൻ പറ്റും. ചിലർ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പിടിക്കത്തുമില്ല. ചിലർ ഈ റൂട്ടഡ് ആയിട്ടുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ പോലും ഈ ഒരു റോസ് പിടിച്ച് കിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. മണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാം. കുറേ പേർക്കൊക്കെ എത്ര നമ്മൾ മേടിച്ച് സ്റ്റെമ്മ് വെച്ചാലും അല്ലാന്നുണ്ടെങ്കിൽ റൂട്ടഡ് വെച്ചാലും ഒക്കെ പിടിച്ച് കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എത്ര ഈ റോസ് വെച്ച് കഴിഞ്ഞാലും പിടിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നവർ. അപ്പോൾ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലെ ഒരു രാജകുമാരി എന്ന് തന്നെ പറയാം. അത്ര മനോഹരിയാണ്. ഈ ഒരു റോസിൻ്റെ സെയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ, റൂട്ടഡ് പ്ലാന്റ്സ്. പിന്നെ അതേ അടുത്ത് വന്നിട്ട് ഈ ഒരു റോസാണ്. ഇതിൻ്റെ ഒരൊറ്റ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു ഓറഞ്ചും മഞ്ഞയും കൂടുതൽ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ്. വലിയ പൂക്കളാണ് കേട്ടോ ഈ ഒരു റോസിന് വരുന്നത്. നല്ല ഭംഗിയാണ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റോസാണ് കേട്ടോ. ഒരു മാംഗോ യെല്ലോയും ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡും പെറ്റൽസിൻ്റെ സൈഡിൽ മാത്രമായിട്ട് ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ്. ഇതിനൊരൊറ്റ പ്ലാന്റ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ആരാണോ ഓർഡർ തരുന്നവർക്കായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരാം കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് റോസസ് ഒന്നും സെയിലിനില്ല. ഞാൻ പറഞ്ഞു മാരേജ് വരുവാണ്, അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അടുത്ത റോസ് ഈ ഒരു ടൈപ്പാണ്, ഒരു ഓറഞ്ചാണ്. നമ്മുടെ പന്നീർ റോസിൻ്റെ തന്നെ സെയിം ഒരു ഓറഞ്ചാണ് കേട്ടോ. ഇതിൻ്റെയും ഒരു തൈ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടുവന്നിരുന്നൊരു റോസാണ്. ഇതിൻ്റെ നാടൻ ബഡ്ഡിങ് ആണ്. നിറയെ പൂക്കളായിരിക്കും, നമുക്ക് ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഇതാവുമ്പോൾ എന്നും പൂക്കളാണ്. നമ്മുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഇത് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. ഒരു പിങ്കും ബേബി പിങ്കും വൈറ്റും ഒക്കെ കളർന്നിട്ടായിരിക്കും ഫ്ലവർ ഇങ്ങനെ ചേഞ്ചായി വരും. ചിലപ്പോൾ റെഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈറ്റും റെഡും കൂടെ മിക്സ് ആവും. ചിലപ്പോൾ വൈറ്റ് റെഡ് പിങ്ക് മിക്സ് ആയിട്ടൊക്കെ ഫ്ലവർ ആവാറുണ്ട് ഈ ഒരു പ്ലാന്റ്. പിന്നെ അടുത്തതല്ല, ഇന്നലെ രാത്രി പാക്കിങ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം പാക്ക് ചെയ്താൽ മാത്രമേ ഇന്നിപ്പോൾ നമുക്ക് പ്ലാന്റ് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതാണ്. നൈറ്റാണ് ഇപ്പോൾ കൂടുതലും പാക്ക് ചെയ്യുന്നത്. വെയിലിൻ്റെ കാര്യത്തിലായാലും നമുക്ക് സമാധാനമായിട്ടിരുന്ന് പാക്ക് ചെയ്യാം. നൈറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ശല്യവും കാര്യങ്ങളൊന്നുമില്ല, വെയിലില്ല. ഇച്ചിരി ടൈം എടുത്താലും നമുക്ക് പാക്ക് ചെയ്യാം. അറിയാമല്ലോ, നൈറ്റ് ആകുമ്പോഴത്തേക്കും വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്വസ്ഥമായിട്ടൊരു തണുപ്പത്തൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യാൻ പറ്റും. ഈ രാവിലെയൊക്കെ പാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെയിൽ വന്നിട്ട് പെട്ടെന്ന് പ്ലാന്റ് വാടിപ്പോവുക, പെട്ടെന്ന് പാക്ക് ചെയ്ത് തീർക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനാണ്. ഈ 12 മണിയൊക്കെ ആകുമ്പോൾ DTDCയിൽ കൊണ്ട് സാധനം എത്തിച്ചു കൊടുക്കണം. ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കൊണ്ടെത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഓവർ ടെൻഷനായിട്ട് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നൈറ്റ് നമുക്ക് പാക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. നെക്സ്റ്റ് ഡേ പ്ലാന്റ് കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റ് പാക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് കോംബോ ഇന്നലെ മുതൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കോംബോയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. കോംബോ 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. അപ്പോൾ കോംബോയുടേതിൽ ഇനി പീച്ച് ക്രീക്കറിയുടേത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എല്ലാം കഴിഞ്ഞു. അതുപോലെ വൈറ്റ് ക്രീക്കറിയുടേതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കോംബോയിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഏകദേശം ഒരു 7 കോംബോ എങ്ങാണ്ടോ ഇന്നലെ അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് പെൻഡിങ് ആണ്. ഇനി നാളെ കൊറിയർ ഉണ്ടാവില്ല. ബുധനാഴ്ച ദിവസം കൊറിയർ ഇല്ല. ഇനി വ്യാഴാഴ്ച ആയിരിക്കും കൊറിയറിൽ. അത് കാരണം നാളെ ഇനി ഒരു പർച്ചേസായിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ കൊറിയർ അയക്കാനായിട്ട് നാളത്തെ ദിവസം ബുദ്ധിമുട്ടാണ്. ഒരു 5
അപ്പോൾ അവർക്കുള്ളത് ഇപ്പോഴും പെൻഡിങ് ആണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തതിൽ 5 പേർക്കുള്ളത്. ബാക്കി കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. പുതുതായിട്ട് കിട്ടിയ ഓർഡേഴ്സും ഇതുവരെ അയച്ചിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഒരു വ്യാഴാഴ്ച ദിവസം അയച്ച് തീർക്കുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെയാണ് പാക്ക് ചെയ്ത് വെക്കുക. പാക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോരുത്തരുടെയും ഓർഡർ തന്നതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് റോളിൽ ചുറ്റിയിട്ടാണ് പ്ലാന്റ്സ് അയച്ചു തരുന്നത്. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും. നൈറ്റ് പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇതുപോലെ എന്താ പറയുക, പ്ലാസ്റ്റിക് റോളിൽ ചുറ്റി എടുത്തിട്ട് അയക്കും. ഇങ്ങനെ അയക്കുമ്പോഴത്തേക്കും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് അധികം ഒടിഞ്ഞു പോകാണ്ട് നമുക്ക് നല്ലപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നൈറ്റ് ഏകദേശം ഒരു 10-10:30 ആയപ്പോഴാണ് ഞാനിത് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാരണം ഇവിടെ നല്ല ഇരുട്ടാണ് കേട്ടോ. ആകെ നമ്മളെ വീടിൻ്റെ ആ ഒരു ലൈറ്റ് ഇട്ടേക്കുന്ന വെട്ടം മാത്രമേ ഉള്ളൂ. ഇതൂടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇരുട്ടാണ്. ഇവിടെ ഇരുന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ കുറച്ച് പ്ലാന്റ്സ് കൂടെ ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ലൈലാക്ക് റോസിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു 4 പ്ലാന്റ് എങ്ങാണ്ടേ ഉള്ളൂ ലൈലാക്ക് റോസിൻ്റെത്. പിന്നെ ഇതാ ലൈലാക്കും പിന്നെ ഒരു പിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പേർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചവർക്കൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കുറേ പേരൊക്കെ റീഡ് ആയിട്ടുണ്ട്, കുറേ പേര് ഇതുവരെ മെസ്സേജ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നാളെ അവരുടെ റെസ്പോൺസ് നോക്കിയിട്ട് എന്താണെന്നുള്ളത് നാളെ സെയിൽ പോസ്റ്റ് ആയിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ അവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അവരുടെ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സെയിൽ പോസ്റ്റിൽ ഇടാം കേട്ടോ. കാരണം എല്ലാവരും വന്നിട്ട് പ്ലാന്റ് കിട്ടുമ്പോൾ പറയണേന്ന് പറയും, പോയി മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്ന് മെസ്സേജ് ഇടുന്നത്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ പേര് വന്നിട്ട് അയ്യോ സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് പറയാൻ മേലായിരുന്നോ, ഞാൻ മേടിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാരണം കുറച്ച് പേർക്കൊക്കെ ഇടുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു 5 റോസൊക്കെ ചിലപ്പോൾ കാണുള്ളൂ. അതിലൊരു 4 പേർക്ക് മെസ്സേജ് ഇടുമ്പോൾ അവർ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സെയിൽ പോസ്റ്റ് ഇടുക എന്നുള്ളതേ ഉള്ളൂ ഒരു മാർഗ്ഗം. അതുകൊണ്ടാണ് കൂടുതലും നിങ്ങൾക്ക് ചിലപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിട്ടു പോകുന്നത്. ഫസ്റ്റ് കുറച്ച് പേർക്ക് അയക്കുമ്പോൾ നമുക്ക് എല്ലാ പേർക്കും അയക്കാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ ഒരു 5 പേർക്ക് അയച്ചു നോക്കും. ആ റോസ് 5 ഉള്ളെങ്കിൽ 5 പേർക്ക് അയച്ചു നോക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്